കുറച്ച് ദിവസം മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. എന്നിട്ട് മോൾക്ക് ജാഹ്നവി എന്ന് പേരിട്ടു എന്ന് പറഞ്ഞു. ഓക്കെ, നല്ല പേരാണ്, വളരെ നല്ല പേരാണ്. അപ്പം ഞാൻ ചോദിച്ചു, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ സീതാദേവിയുടെ പേരല്ലേ ജാഹ്നവി എന്ന് ചോദിച്ചു. അപ്പോൾ സീതാദേവിയുടെ പേരല്ല, ജാനകി എന്നാണ് സീതാദേവിയുടെ പേര്. അപ്പോൾ ജാഹ്നവി ആരാ എന്ന് ചോദിച്ചു. ഇതേ സമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരാൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചുകൊണ്ട് പറഞ്ഞു, ഭഗീരഥൻ്റെ കഥ പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം ഒരു കഥയിലൂടെ പറയാമെന്ന് വിചാരിച്ചു. പണ്ട് സഗര രാജാവ് അഥവാ സഗര ചക്രവർത്തി അദ്ദേഹം അശ്വമേധയാഗം നടത്തി. അശ്വമേധയാഗമൊക്കെ നടത്തുമ്പോൾ ഈ മഹാരാജാക്കന്മാർ അവരുടെ ഒരു യാഗാശ്വത്തെ അഴിച്ചുവിടും. ഇതിനെ ആര് ബന്ധനം ചെയ്യുന്നുവോ അവർ ഈ രാജാവിൻ്റെ ശത്രുവായിരിക്കും, അവരെ ജയിക്കും. ഇതാണ് ഇതിൻ്റെ ചടങ്ങ്. അപ്പോൾ സഗര ചക്രവർത്തി യാഗാശ്വത്തെ അഴിച്ചുവിട്ടപ്പോൾ മറ്റ് രാജാക്കന്മാരാരും ഇതിനെ പിടിക്കാൻ തയ്യാറായില്ല. പക്ഷെ ദേവേന്ദ്രൻ വന്ന് ഇതിനെ പിടിച്ചു കൊണ്ടുപോയി കപില മഹർഷി പാതാളത്തിൽ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ടു. ഈ സഗരൻ്റെ പുത്രന്മാർ 60,000 പേരുണ്ട്. ഈ 60,000 പുത്രന്മാരും ചേർന്ന് ഈ യാഗാശ്വത്തെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഇവരന്വേഷിച്ച് ഭൂമിയിൽ മുഴുവൻ അന്വേഷിച്ചു, കണ്ടെത്താനായില്ല. അങ്ങനെ പാതാളത്തിലേക്ക് ചെന്നപ്പോൾ കപില മഹർഷി തപസ് ചെയ്യുന്ന ആശ്രമത്തിന് മുൻപിൽ ഈ യാഗാശ്വത്തെ കെട്ടിയിട്ട് കണ്ടു. ഇവർ വിചാരിച്ചു, ഈ കപില മഹർഷിയുടെ മഹത്വമൊന്നും അറിയാത്ത ഇവർ വിചാരിച്ചു ഇദ്ദേഹമാണ് ഈ യാഗാശ്വത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയതെന്ന്. ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള കപില യോഗീശ്വരൻ ഈ യാഗാശ്വത്തെ മോഷ്ടിച്ചു എന്ന് മനസ്സിൽ വിചാരിക്കേണ്ടുന്ന നിമിഷം ഈ 60,000 പുത്രന്മാരും ഒരുമിച്ച് ദഹിച്ച് ഭസ്മമായി പോയി. ഈ വാർത്ത കുറെ കഴിഞ്ഞാണ് സഗര ചക്രവർത്തി അറിയുന്നത്. തൻ്റെ മക്കൾക്ക് ഗതി കിട്ടുന്നതിന്, മുക്തി കിട്ടുന്നതിന് ഇനി എന്ത് ചെയ്യണം എന്ന് മഹർഷിമാരോടൊക്കെ അന്വേഷിച്ചു. അവർ പറഞ്ഞു, ഒരു വഴിയേ ഉള്ളൂ, അത്ര വലിയ പാപമാണ് ഇവർ ചെയ്തത്. അതുകൊണ്ട് ഭഗവാന്റെ പാദത്തെ കഴുകിയതായ, പാദത്തെ സേചനം ചെയ്തതായ തീർത്ഥം കൊണ്ട് ഇവരെ ശുദ്ധീകരിക്കണം, ആ തീർത്ഥം ഇവരെ സ്പർശിക്കണം, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഭഗവാന് അഭിഷേകം ചെയ്ത തീർത്ഥം തളിച്ചാൽ മതി, അതുപോരാ, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭഗവാൻ വാമനാവതാരത്തെ സ്വീകരിച്ചപ്പോൾ തൻ്റെ ശരീരം അത്രത്തോളം വലുതാക്കി സത്യലോകത്തോളം എത്തിയപ്പോൾ ബ്രഹ്മാവ് ഭഗവാന്റെ പാദങ്ങളെ കഴുകിയ തീർത്ഥമാണ് സ്വർലോകത്ത് അഥവാ സ്വർഗലോകത്ത് ഗംഗാനദിയായി ഒഴുകുന്നത്. സ്വർഗലോകത്ത് ഒഴുകുന്ന ഗംഗാനദിക്ക് മന്ദാകിനി എന്നാണ് പേര്, ഓർമ്മിച്ചോളൂ. ഈ സ്വർലോകത്തൊഴുകുന്ന ഗംഗയെ പാതാളം വരെ എത്തിക്കണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. അത് നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുത്ത് ചെയ്തോളൂ, വേറെ ഒരു വഴിയില്ല. പാതാള ലോകത്താണ് ഈ കപില മഹർഷി തപസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവരുടെ ഈ 60,000 പേരുടെയും ശരീരം ദഹിച്ചിട്ടുള്ള ഭസ്മം കിടക്കുന്നത് പാതാള ലോകത്താണ്. അതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ ഗംഗാദേവിയെ പാതാള ലോകത്തേക്ക് എത്തിക്കണം. അതിന് വേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, വേറെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞു. ഇതിനു വേണ്ടി സഗര ചക്രവർത്തിക്ക് ഇനി പ്രയത്നിക്കാൻ ആയുസ് ബാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള അടുത്ത തലമുറയിലെ അംശുമാൻ ഒരുപാട് വർഷത്തോളം ഇതിനു വേണ്ടി ശ്രമിച്ചു. അതായത് എങ്ങനെ ശ്രമിച്ചു എന്ന് വെച്ചാൽ, ആദ്യം ഗംഗാദേവിയെ തപസ് ചെയ്യണം, ഗംഗാദേവി അനുഗ്രഹിച്ചാലേ അവിടുന്ന് ഇങ്ങോട്ട് വരുള്ളൂ. അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചു, നടന്നില്ല. പിന്നീട് അടുത്ത തലമുറയിൽ വരുന്ന ദിലീപൻ എന്ന രാജാവ് ഇതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചു, അതും നടന്നില്ല. പിറ്റേ തലമുറയിൽ വന്ന ഭഗീരഥൻ എന്ന രാജാവ് രാജ്യഭാരങ്ങളൊന്നും വേണ്ട എന്ന് വെച്ച് ഇതിനു വേണ്ടി തൻ്റെ പൂർവികരായിട്ടുള്ള ഈ 60,000 പേർക്ക് മുക്തി കൊടുക്കുന്നതിന് വേണ്ടി തൻ്റെ ഈ ആയുസ് മാറ്റിവെച്ചുകൊണ്ട് ആദ്യം ഗംഗാദേവിയെ തപസ് ചെയ്തു. ഒരുപാട് ആയിരക്കണക്കിന് വർഷം തപസ് ചെയ്തു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അങ്ങനെ തപസ് ചെയ്ത് ഗംഗാദേവി പ്രത്യക്ഷനായി. അപ്പോഴേക്കും തന്നെ ഈ ഭഗീരഥന്റെ ആരോഗ്യം മുഴുവൻ പോയി, ശരീരമൊക്കെ വല്ലാതെ ശോഷിച്ച്. അങ്ങനെ തപസ് ചെയ്ത് അദ്ദേഹത്തിന്റെ മുൻപിൽ ഗംഗാദേവി പ്രത്യക്ഷയായി. എന്തു വേണം എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ആവശ്യം അറിയിച്ചു. ഗംഗാദേവി പറഞ്ഞു, ഞാനെങ്ങാനും താഴേക്ക് വന്നാൽ ഈ ഭൂമിയൊന്നും ഇല്ലാതെയാവും, അത്രത്തോളം ശക്തിയിലാണ് ഞാൻ വരിക, എന്നെ സ്വീകരിക്കാൻ ആരുണ്ടാവും എന്ന് ചോദിച്ചു. എൻ്റെ വേഗത്തെ കുറയ്ക്കാൻ ആരുണ്ടാവും, ഞാൻ വന്ന് ഭൂമിയിലേക്ക് പതിക്കുമ്പോഴേക്കും ഭൂമിയൊന്നും ഇല്ലാതെയാവും, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഒരു വഴിയേ ഉള്ളൂ, മഹാദേവനെ ഞാൻ ഒന്ന് ഉപാസിച്ച് നോക്കട്ടെ, അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കട്ടെ, അദ്ദേഹം എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ് ഇദ്ദേഹം വീണ്ടും ഒരുപാട് കാലം മഹാദേവനെ തപസ് ചെയ്തു. മഹാദേവനെ തപസ് ചെയ്ത് അദ്ദേഹം പ്രത്യക്ഷനായി. എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അതിനൊരു കാര്യം ചെയ്തോളൂ, ഗംഗാദേവിയോട് തിരിച്ച് ഭൂമിയിലേക്ക് വന്നോളാൻ പറഞ്ഞോളൂ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗാദേവിയെ വീണ്ടും തപസ് ചെയ്തു. ഗംഗാദേവി പ്രത്യക്ഷയായി. ഗംഗാദേവിയോട് പറഞ്ഞു, അങ്ങ് വന്നോളൂ, മഹാദേവൻ അങ്ങയെ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗംഗയ്ക്കും കുറച്ചൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാനെങ്ങാനും ഭൂമിയിലേക്ക് വന്നാൽ ഇവരൊന്നും പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഭൂമിയൊക്കെ മുഴുവൻ നശിച്ചു പോകും, അത്രത്തോളം ശക്തയാണ് ഞാൻ എന്നൊരു തോന്നൽ ഗംഗാദേവിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഗംഗാദേവി അവിടുന്ന് പുറപ്പെട്ടു. സ്വർഗലോകത്ത് നിന്ന് അതിഭയങ്കരമായ ശക്തിയോടുകൂടി താഴേക്ക് പതിച്ച ഗംഗാദേവിയെ വളരെ നിഷ്പ്രയാസം
മഹാദേവൻ തൻ്റെ ജടയിലേക്ക് അങ്ങോട്ട് സ്വീകരിച്ചു. എന്നിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം പുറത്തേക്ക് വിട്ടു. അപ്പം തന്നെ ഗംഗാദേവിയുടെ കുറച്ച് അഹങ്കാരമൊക്കെ തീർന്നു. പക്ഷെ എങ്കിലും ഗംഗാദേവി പുറത്തേക്ക് വരുന്നത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തിയോടുകൂടിയാണ്. ധാരാളം ആശ്രമങ്ങളും ധാരാളം സ്ഥലങ്ങളും ഒക്കെ തകർത്തുകൊണ്ടാണ് ഗംഗാദേവി ഭൂമിയിലൂടെ ഒഴുകി വരാൻ തുടങ്ങിയത്. അങ്ങനെ ധാരാളം സജ്ജനങ്ങൾക്കൊക്കെ ഇത് ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ അവിടെ ജഹ്നു മഹർഷി എന്നു പേരുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു. ജഹ്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ ഗംഗാദേവിയെ ഒരൊറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചു. തൻ്റെ യോഗശക്തി കൊണ്ട് ഇത്രയും വലിയൊരു നദിയെ ഒരൊറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചു തീർത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗീരഥൻ അടക്കമുള്ള മറ്റനവധി മഹർഷിമാർ വന്നിട്ട് പറഞ്ഞു, ഗംഗാദേവിയെ പുറത്തേക്ക് വിടണം. കാരണം വലിയൊരു ഉദ്ദേശത്തിന് വേണ്ടി എത്രയോ കാലം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഇനി പാതാളം വരെ കൊണ്ടുപോകാനുള്ളതാണ്. ഈ 60,000 പേർക്ക് മുക്തി കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടും തീർന്നില്ല. നാളെ എത്രയോ ആളുകൾ അവരുടെ പാപത്തെ കഴുകി കളയുന്നതിനായിട്ട് ഈ ഗംഗയെ ആശ്രയിക്കും. അപ്പോൾ ഭൂമിയിലെ എല്ലാ ജനങ്ങൾക്കും അവരുടെ പാപങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഗംഗാദേവി ഭൂമിയിൽ വേണം. അതുകൊണ്ട് ആ ഗംഗയെ പുറത്തേക്ക് വിടണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ജഹ്നു മഹർഷി തൻ്റെ ചെവിയിലൂടെ കുറച്ച് ജലം പുറത്തേക്ക് വിട്ടു. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഗംഗാദേവിയായിട്ട് വരുന്നത് എന്നാണ് പുരാണ കഥ. അങ്ങനെ ജഹ്നു മഹർഷിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നതുകൊണ്ട് ഗംഗാദേവിക്കുള്ള മറ്റൊരു പേരാണ് ജാഹ്നവി. ജാനകി എന്നത് ജനകന്റെ പുത്രി ആയതുകൊണ്ട് സീതാദേവിക്ക് വന്ന പേരാണ് ജാനകി എന്നത്. ഇനി മറ്റെന്തൊക്കെ പേരാണ് ഗംഗയ്ക്കുള്ളത് എന്നറിയോ? ഭഗീരഥൻ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നതുകൊണ്ട് ഭാഗീരഥി എന്നൊരു പേരുണ്ട് ഗംഗാദേവിക്ക്. ഇതുപോലെ ഭഗവാന്റെ പാദങ്ങളെ സേചനം ചെയ്തതിൻ്റെ തീർത്ഥം എന്ന നിലയ്ക്ക് വിഷ്ണുപതി എന്നൊരു പേര് കൂടി ഗംഗയ്ക്കുണ്ട്. കുറച്ചു മുമ്പ് നമ്മൾ കേട്ടു സ്വർലോകത്ത് ഈ ഗംഗാദേവിക്കുള്ള പേരാണ് മന്ദാകിനി. അങ്ങനെ ഗംഗാദേവിക്ക് മന്ദാകിനി, ഭാഗീരഥി, വിഷ്ണുപതി, ജാഹ്നവി ഇങ്ങനെ കുറേ പേരുകളുണ്ട്. ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്തു കൊടുക്കാം. നമസ്കാരം.